എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ പുതുക്കിയ ഇൻഡെക്സ് മാർക്കും താൽക്കാലിക റാങ്ക് ലിസ്റ്റും ഉടൻ പ്രസിദ്ധീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ആൻഡ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വിൽ സ്റ്റാർട്ട് ആഫ്റ്റർ പബ്ലിക്കേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ്. അതായത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും കോഴ്സ് കോളേജ് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നിലവിൽ നിങ്ങളുടെ ആ ഒരു ഇൻഡെക്സ് മാർക്കും, അതായത് പുതുക്കിയ ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ താൽക്കാലിക റാങ്ക് ലിസ്റ്റും ഉടൻ പ്രസിദ്ധീകരിക്കും. അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയിട്ടുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഏകദേശം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നോക്കാതെ തന്നെ കോഴ്സും കോളേജും ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള കോഴ്സിൻ്റെയും കോളേജിൻ്റെയും ലിസ്റ്റ് LBS വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ആ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതുമാണ്. സാധാരണഗതിയിൽ നഴ്സിംഗും അതുപോലെ തന്നെ മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുമുള്ള അപേക്ഷകൾ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ താല്പര്യമുള്ള ഓപ്ഷനുകൾ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻസ് ആയിട്ട് നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രയോറിറ്റി ബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ് കോളേജിലാണ് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യം ഉള്ളത് എന്ന് കരുതുക. അതുപോലെ സെൽഫ് ഫിനാൻസ് കിട്ടിയാലും പഠിക്കുമെന്ന് കരുതുക. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത് ആദ്യം തന്നെ എല്ലാവിധ ഗവൺമെൻറ് കോളേജുകളിലേക്കും ഈ ഒരു നഴ്സിങ്ങിനായിട്ട് ഓപ്ഷൻ നൽകുക. ഓപ്ഷൻ നൽകുന്നത് രീതി വളരെയധികം സിമ്പിളാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷന് നേരെയുള്ള ബോക്സിൽ എത്രാമതായിട്ടാണ് ആ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഓപ്ഷൻ നമ്പർ കറക്റ്റായിട്ട് ആ ഒരു ബോക്സിൽ നൽകുകയും അതിനുശേഷം നിങ്ങൾക്ക് സേവ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് അടുത്ത ഓപ്ഷൻ ഏതാണോ വേണ്ടത് അതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ബട്ടൺ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് ആഡ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓരോ ഓപ്ഷൻ നൽകുന്ന സമയത്തും അത് താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ നിങ്ങൾക്ക് നൽകുന്നതിനായിട്ട് ഒരുമിച്ചാണ് സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന കോളേജുകൾ സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റാണോ മാനേജ്മെൻറ്റ് സീറ്റാണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും കറക്റ്റായിട്ട് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ 23,170 രൂപയും അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ 1000, അതുപോലെ OECയിൽ ഫീ റിസർവേഷനുള്ള വിദ്യാർത്ഥികളും ആണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ, അതായത് ഗവൺമെൻറ് കോളേജിലുള്ള സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് വരുന്നത് ഏകദേശം 1,13,000 രൂപയാണ്. നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾക്ക് SC/ST അതുപോലെ തന്നെ OEC വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക്, അതായത് OECയിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിൽ കിട്ടുകയാണെങ്കിൽ ആകെ 1000 രൂപ മാത്രമാണ് ഫീസ് വരിക. എന്നാൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയോ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ജനറൽ കാറ്റഗറിക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിലോ അവർക്ക് വരുന്ന ഫീസ് നേരത്തെ പറഞ്ഞതുപോലെ 1,13,000 രൂപയാണ് ഫീസ് വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ കോളേജിലും എത്ര രൂപ ഫീസ് വരും എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ SC/ST OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ എവിടെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ 1000 രൂപ മാത്രമാണ് അടക്കേണ്ടി വരിക എന്ന് ആണെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിലോ അല്ലെങ്കിൽ ഫീ കൺസെഷൻ ഇല്ലാത്ത വിദ്യാർത്ഥികളോ ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഫീസ് അഡ്മിഷൻ ടൈമിൽ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ താല്പര്യമുള്ള ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ ഓപ്ഷനുകൾ നൽകിയ ശേഷം പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റും മറ്റും ഉണ്ടാകുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ വീണ്ടും ആഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവാറില്ല. റീ അറേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ആണ് മുൻ വർഷം അവസരം നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ വരുന്ന സമയത്ത് തന്നെ താല്പര്യമുള്ള ഓപ്ഷനുകളൊക്കെ നൽകാവുന്നതും ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നതിനും സാധിക്കുന്നതായിരിക്കും. അതായത് എഡിറ്റ് ചെയ്യുക, അതായത് റീ അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ ആ ഒരു ഘട്ടത്തിൽ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വാക്കൻസി വരുന്ന സമയത്ത് തന്നെ താല്പര്യമുള്ള എല്ലാവിധ സ്കൂളുകളിലേക്കുള്ള നഴ്സിംഗ് കോളേജുകളിലേക്കും ഓപ്ഷൻസ് നൽകുക. അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകളാണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ച് ഓപ്ഷൻ നൽകുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യം വരുന്ന വേക്കൻസി ലിസ്റ്റിലുള്ള കോളേജുകളോ
അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകളോ പിന്നീട് നൽകുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിൽ വരുന്ന ആ ഒരു കോളേജുകളും കറക്റ്റായിട്ട് ആ ഒരു ഘട്ടത്തിൽ തന്നെ ഓപ്ഷൻ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ പ്രൊഫഷണൽ അതായത് താൽക്കാലിക റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നത് ഉടൻ പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.